ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ കുറച്ച് നാളിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും എന്ത് പറ്റി, എവിടെയായിരുന്നു 2 ആഴ്ച ആയിട്ടെന്ന്. ഒരു 2-3 പേരൊക്കെ എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്നവരൊക്കെ ചോദിച്ചു കേട്ടോ, എവിടെയാണ്, എന്ത് പറ്റി എന്നൊക്കെ ഉള്ളത്. ഒന്നും പറ്റിയതൊന്നും അല്ല. ഞാൻ 30 ഡേയ്സ് കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് എടുത്ത കേട്ടോ. ഒരു 2 ആഴ്ചയായി ഇപ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബുധനാഴ്ച തൊട്ടാണ് ഞാൻ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ന് ഞാൻ സൺഡേ നൈറ്റാണ് കേട്ടോ വീഡിയോ എടുക്കണേ. അപ്പോൾ നാളെ, അതായത് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഔട്ടാവുന്നതായിരിക്കും. ചൊവ്വാഴ്ച തൊട്ട് ഞാൻ ഡയറ്റ് എടുക്കാൻ തുടങ്ങും. ബുധനാഴ്ച തൊട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പറ്റുന്ന പോലെ ഞാൻ നമ്മളെ കൊണ്ട് ആവുന്ന കണക്ക് ഞാൻ വ്ളോഗായിട്ട് ചെയ്യാം. വ്ളോഗിൽ പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാട്ടോ വ്ളോഗ് അധികം അങ്ങോട്ട് എടുക്കണ്ടെന്ന് എനിക്ക്. കാരണം ഇപ്പോൾ ഈ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാൻ പുറത്ത് പോവാതെ മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വൈകിട്ട് എനിക്ക് രാവിലെ തൊട്ട് ഒരു 3-4 മണി വരെ വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, ഭയങ്കര വിശപ്പ്, ഒട്ടും കൺട്രോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതുന്നത് ഇനി തൊട്ട് വൈകിട്ടുള്ള യാത്രകളും കാര്യങ്ങളും ഒന്നും എൻ്റെ ഒരു ലൈഫിൽ വേണ്ട, എങ്ങും പോവണ്ട. എന്തായാലും ഒരു 100 കിലോ തൽക്കാലം എത്തട്ടെ. അതുവരെ ഇനി വേറെ ആയിട്ടുള്ള ഒരു പരിപാടികളും അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ എങ്ങും പോവാതൊക്കെ ഇരിക്കുമ്പോഴേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഞാൻ പോവാറില്ല. മുന്നേ ഞാൻ പോവാതിരുന്നത് വണ്ണുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ചിലർ അയ്യോ വീണ്ടും വണ്ണിച്ചു പോയല്ലോ, വീണ്ടും ഇങ്ങനെ ആയി പോയല്ലോ, വീണ്ടും മുഖമൊക്കെ മൊത്തം കുരുപ്പായി പോയല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം ഞാൻ പോവാതിരിക്കുന്നത് ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് കേട്ടോ. കാരണം എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് ഒതുങ്ങും, ഒന്ന് വണ്ണം കുറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടാൽ മതിയല്ലോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഡയറ്റിലിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റേതായ ഉള്ളൊരു ലോകത്തിലേക്ക് ഇങ്ങനെ അടഞ്ഞ പോലെ എനിക്കൊരു ഫീൽ വരും കേട്ടോ. എനിക്കങ്ങനെ പുറത്ത് പോകണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങുമ്പോൾ, ഈവൻ നാരുൻ്റെ കൂടെ ആണെങ്കിൽ തന്നെ എനിക്കങ്ങനെ യാത്രകളൊന്നും പണ്ടേ അധികം അങ്ങനെ ഭയങ്കര യാത്ര ചെയ്യാനൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. ഇപ്പോൾ ഫുഡാണെങ്കിൽ തന്നെ ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും, വീട്ടിലിരുന്ന് കഴിക്കും. അത് തന്നെ, അല്ലാതെ അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല ടൂർ പോകണം അങ്ങനെയൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് ആകെ എൻ്റെ മനസ്സിൽ എപ്പോഴും പോകണം എന്ന് ആഗ്രഹമുള്ള 2 സ്ഥലം, ഒന്ന് കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയിൽ, അതായത് ഞാനും നാരുവും ഇഷ്ടത്തിലായിരുന്ന സമയത്ത് ഞാൻ അവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പഴയ സ്ഥലത്തൊക്കെ നാരുൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇതുവരെ പോയിട്ടില്ല, പക്ഷെ പോകണം. പിന്നെ രണ്ടാമത്തെ മെയിനായിട്ടുള്ള സ്ഥലം കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരവിടെ ഉണ്ട്. അപ്പോൾ എനിക്കും നാരൂരും എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഒന്ന് പോകണം, അതും കറങ്ങാനായിട്ടില്ല. അപ്പോൾ അവിടെയുള്ള എൻ്റെ ആൾക്കാരെയും എൻ്റെ ഒരുപാട് മെമ്മറീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഒന്ന്, കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ടൈമായിരുന്നു കോയമ്പത്തൂർ ഉണ്ടായിരുന്നപ്പോഴേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പം നമ്മൾ നല്ല ഓക്കെ ആയെന്നല്ല, എന്നാലും നമ്മളിപ്പം അത്യാവശ്യം ഒരു നമ്മുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും നമ്മുടെ ഫാമിലി ലൈഫ് കൊണ്ടുപോകാനുള്ള ഒരു ഇതാവുന്ന ടൈമിൽ ഒന്നും കൂടെ പോയി ആ പഴയ സ്ട്രഗിൾ ചെയ്ത ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഇല്ലേ, മുന്നേ ഇങ്ങനെ ആയിരുന്നു ഇപ്പം ഇതായി എന്നുള്ളൊരു സമാധാനത്തിൻ്റെ ഒരു സമാധാനത്തോടെ നമ്മൾ പോയി കാണുന്ന അത് പറഞ്ഞാൽ എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നമ്മൾ മുന്നേ സ്ട്രഗിൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ പിന്നീട് നമ്മളൊന്ന് സെറ്റിലായി കഴിയുമ്പം ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോകണേ, നമ്മുടെ പഴയ സ്ട്രഗിളൊക്കെ ഓർക്കുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ചിട്ട് നമ്മൾ സമാധാനപ്പെടുന്ന ആ ഒരു ഇതൊക്കെ ഇല്ലേ. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. അത് രണ്ടുമേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ മെയിനായിട്ട്. ഒന്ന് പോകണം എന്ന ആഗ്രഹമുള്ള 2 സ്ഥലങ്ങൾ, അല്ലാതെ വേറെ എങ്ങും തന്നെയില്ല. ഇപ്പം ഞാനും ആരും പോയാൽ തന്നെ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ കടകളിൽ പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങാൻ പോവും, തിരിച്ചു വരും. ബീച്ചിൽ പോയ പോലെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങാറില്ല കേട്ടോ. വെറുതെ ഒന്ന് ബീച്ചിന് ചുറ്റി കറങ്ങിയിട്ടിങ്ങനെ വരും. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നാരനും അതൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ പുറത്ത് പോക്കൊക്കെ ഇനി അതും ഞാൻ കുറയ്ക്കും കേട്ടോ, വൈകിട്ടുള്ള ഈ പോക്ക്. കാരണം വൈകിട്ട് പോയി കഴിയുമ്പോൾ കൺട്രോൾ പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. പിന്നെ നിങ്ങൾക്ക് വെയിറ്റിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ മാസം ഒരു ഏകദേശം 7.5-8 കിലോ അടുപ്പിച്ച് കുറഞ്ഞായിരുന്നു. ലാസ്റ്റത്തെ നമ്മുടെ വെയിറ്റിൻ്റെ അപ്ഡേഷൻ 120.60 ആയിരുന്നു കേട്ടോ. അപ്പോൾ 600 ഗ്രാമാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ
ഇടയ്ക്ക് നല്ല ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് 2-3 ദിവസം ഡയറ്റ് മാത്രം എടുത്തിട്ട് ഒരു ഈച്ച് ഡയറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒക്കെ ഇല്ലായിരുന്നു. പക്ഷേ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നാളെ ഞാൻ പോയി നല്ല ഫുഡ് കഴിക്കട്ടെ. കാരണം മറ്റന്നാൾ തൊട്ട് ഇനി 30 ഡേയ്സ് വീണ്ടും തുടങ്ങുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ നാളെ പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളും സെറ്റായിട്ടിരുന്നോ. നമുക്ക് ബുധനാഴ്ച തൊട്ട് വീണ്ടും എൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. ഡെയിലി ഞാൻ എന്താ കഴിച്ചത്, എന്തൊക്കെ ചെയ്തു എന്നുള്ളതും എന്തൊക്കെയാണ് കഴിച്ചു കുടിച്ചു എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് ഷോർട്സിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആഴ്ചയിൽ ഒരു 2-3 ദിവസം വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. കാരണം വേറെ ഒന്നും ഇല്ല കാണിക്കാൻ. എൻ്റെ ഡെയിലി ഇവിടെയുള്ള കുക്കിങ്ങും കാര്യങ്ങളും ഈച്ച കുറേ നേരമായിട്ട് ശല്യം ചെയ്യുന്നു. മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉള്ളൂ കാണിക്കാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല എനിക്ക് കാണിച്ചു തരാനേ. പിടിച്ചു. പിന്നെ ഇപ്പം എന്താ, ഇതിപ്പോൾ രാത്രി ഇരുന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ. എന്നും അങ്ങനെയാണല്ലോ, പെട്ടെന്നുള്ള തീരുമാനമാണ്. കാരണം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഫുഡ് കഴിക്കും എന്നുള്ളൊരു തോന്നൽ വന്നത് കൊണ്ട് ഞാൻ ബുധനാഴ്ച തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റാർട്ട് മുന്നേ കഴിഞ്ഞ ആഴ്ച ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ നമ്മൾ ആ നിർത്തി കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയില്ലേ, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയത്. ഇനിയിപ്പോൾ ഡയറ്റ് തുടങ്ങുമ്പോൾ ഈ ഒരു ഫ്ലോയിൽ നമ്മളങ്ങ് പോകും. അങ്ങനെ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കട്ടോ. പിന്നെ മുന്നേ ഞാൻ ചാനലിൽ തുടങ്ങിയ സമയത്ത് കമൻറ്റ് ചെയ്ത 2-3 പേരൊന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഡയറ്റ് തുടങ്ങിക്കോട്ടോ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. നോർമൽ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാതെ എന്താണോ വീട്ടിലുള്ളത് അത് ഡയറ്റിൽ ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള രീതിയിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ കൂടെ കൂടിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാലോ എൻ്റെ ശരിക്കുള്ള വെയിറ്റ് 138 കിലോ ആയിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ ടൈം അതൊരു 120.60 ഗ്രാം ആ ഒരു ഇതിലെത്തിയായിരുന്നു. പിന്നെ ഇപ്പം 1-2 കിലോ ഒക്കെ കൂടിക്കാണും കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് കുറയ്ക്കാം. ഈ ഉള്ളതൊക്കെ കൂടുന്നതിലും ഭേദമാണല്ലോ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് 1-2 കിലോ കൂടിയാലും നമുക്കത് കുറയ്ക്കാം. ഞാൻ അതിനെ റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ. 2 കിലോ കൂടി. ഇപ്പം ചിലരൊക്കെ വന്നിട്ട് പറയും എന്താണ് ഇപ്പോൾ എന്ത് ഡയറ്റ് ചെയ്യണേ, ഇപ്പോൾ ഒരു 7 കിലോ കുറച്ചെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ 2 കിലോ കൂട്ടിയിട്ട് പിന്നെ എന്ത് ഡയറ്റ് ചെയ്യുന്നത്. എൻ്റെ കംഫർട്ട് ഇതാണ്, എന്നെക്കൊണ്ട് ഇങ്ങനെയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമയം ഞാൻ ഫുൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ പോലെ ഫുഡ് കഴിക്കാൻ തുടങ്ങും. പിന്നെ എനിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ എനിക്ക് സ്ലോലി മതി. എനിക്ക് വേണ്ട ഫുഡും ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ അത്യാവശ്യം കഴിച്ചും, അതായത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രിക്റ്റായിട്ട് ഡയറ്റും. പിന്നെ ഇപ്പോൾ ഒരു 5 കിലോ കുറഞ്ഞിട്ട് 1 കിലോ ഇപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ ആഗ്രഹമുള്ളതൊക്കെ കഴിച്ച് കൂടിയെന്ന് പറഞ്ഞാലും ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് അത് കുറയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിലുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഡയറ്റും എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. കാരണം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വീഡിയോസൊക്കെ ഇഷ്ടമാണ്, വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം വീഡിയോസ് ഇടാനായിട്ടും എൻ്റെ വെയിറ്റ് ലോസിനുമായിട്ട്. അപ്പോൾ സപ്പോർട്ട് ഇതുവരെ ചെയ്ത് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളിനി സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതെനിക്കൊരു സബ്സ്ക്രൈബായിട്ട് നിങ്ങൾ തരണം കേട്ടോ. മാത്രമല്ല എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബുധനാഴ്ച തൊട്ട് വീണ്ടും അംഗം തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒരു 30 ഡേയ്സ് ഡയറ്റ് ആണ് കേട്ടോ എടുക്കണേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി. ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ആർക്കും കാണില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.